ആ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീണ്ടും ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഞാനിവിടെ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇത് ആദ്യം തന്നെ എന്താണ് നമ്മൾ അടുത്ത 4 ദിവസം ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും 8 മണിക്ക്, അടുത്ത 4 ദിവസത്തേക്ക് എല്ലാ ദിവസവും 8 മണിക്ക് നിങ്ങളെ എല്ലാരെയും കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഈ 4 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ എഴുത്തുകാരനെ എങ്ങനെ വളരെ മുന്നോട്ട് വളരാൻ സഹായിക്കുമെന്നും പ്രതിലിപിയിൽ എങ്ങനെ വളരെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞു തരാനാണ് ഞങ്ങൾ ഈ 4 ദിവസം കൊണ്ട് ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോ ഈ വന്നിട്ടുള്ളവരിൽ തന്നെ പല ആളുകളും വർഷങ്ങളായിട്ട് പ്രതിലിപിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാവാം. അത് കൂടാതെ പുതിയതായിട്ട് എഴുതി തുടങ്ങുന്ന ആൾക്കാരും പ്രതിലിപിയിൽ പുതിയതായിട്ട് വരുന്ന രചയിതാക്കളും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആദ്യം പ്രതിലിപി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് പ്രതിലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയം എഴുതി നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്ന, ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി എഡിറ്റിങ്ങോ ഒന്നും ആവശ്യമില്ലാതെ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ നമുക്ക് തന്നെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രതിലിപി. നിങ്ങൾക്ക് എഴുത്തൊരു പാഷൻ ആണെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലും പറ്റിയ മറ്റൊരു സ്ഥലം ഇല്ലെന്ന്, ഇതിലും പറ്റിയ മറ്റൊരു ഇടം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ ഇന്ത്യയിൽ 12 ഭാഷകളിലായിട്ടാണ് പ്രതിലിപി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുക. യൂട്യൂബ് പോലെ നമ്മൾ പ്രസിദ്ധീകരിച്ച രചനകൾക്ക് നമുക്ക് വരുമാനം ലഭിക്കാൻ സഹായിക്കുന്ന ഒരിടമാണ് പ്രതിലിപി. നിലവിൽ 12 ഭാഷകളിലായിട്ട് 10 മില്യണിലധികം കഥകളും ഒരുപാട് എഴുത്തുകാരും 25 മില്യണിലകം സ്ഥിരം വായനക്കാരും ഒക്കെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിന്റെയും വായിക്കുന്നതിന്റെയും ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ പ്രതിലിപി. ഇതിൽ തന്നെ റൊമാൻസ്, ഹൊറർ, ത്രില്ലർ, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, അങ്ങനെ വിവിധ ജനറലുകളിലുള്ള 10 മില്യണോളം കഥകളുണ്ട്. ഇതൊരു അതിവിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ആണിത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ 4 ദിവസം കൊണ്ട് നിങ്ങളുടെ എഴുതുന്ന രീതിയെയും കഥ പറയുന്ന രീതിയെയും ഒക്കെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഇതിനകത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ, ഈ 4 ദിവസവും കൃത്യമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത പ്രതിലിപിയിൽ ഒരു സൂപ്പർ ഹിറ്റ് കഥ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അതിന്റെ കൂടെ വളരെ മികച്ച വരുമാനവും നിങ്ങൾക്ക് ഇതിൽ കൂടെ നേടാൻ സാധിക്കും. ഇപ്പം പ്രതിലിപിയുടെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എഴുത്തുകാരെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് കൂടുതൽ അവസരങ്ങൾ നൽകുക. അപ്പം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, എഴുതാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങൾ, എഴുത്തിനെ മാറ്റി വെക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ വരാറുണ്ട്. അപ്പം ഇവർക്ക് എങ്ങനെയാണ് കൂടുതൽ അവസരങ്ങൾ നൽകുക? അതിന് പ്രതിലിപി പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് വിവിധ തരത്തിലുള്ള രചനകൾക്കുള്ള ചലഞ്ചുകള്, മത്സരങ്ങള്, എഴുത്തുകാരെ കൂടുതൽ അവരുടെ എഴുത്ത് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഇവന്റുകള് ഒക്കെ. ഈ ഇവന്റുകളിൽ കൂടെ നമുക്ക് നമ്മുടെ എഴുത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ പുതിയ ഓതേഴ്സിനെ എങ്ങനെ, പുതിയ വായനക്കാരെ എങ്ങനെ കിട്ടാം, അല്ലെങ്കിൽ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഒരു പുതിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു എഴുത്തുകാരനായാലും ഒരു ഈവന്റ് അല്ലെങ്കിൽ ചലഞ്ചുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഇതിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും അവർക്ക് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റി മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. അപ്പം അവർക്ക് വായിക്കാനുള്ള, നമുക്ക് പലർക്കും നേരിടുന്ന വിഷയദാരിദ്ര്യം എന്നൊരു പ്രശ്നം ഇല്ലാതെയാവുകയും അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് നിരവധി വിഷയങ്ങൾ ലഭിക്കുകയും കിട്ടും. കൂടാതെ ഇതിനൊരു സമയപരിധിയുണ്ട്. ഓരോ ഇവന്റുകൾക്കും ഓരോ മത്സരങ്ങൾക്കും ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധിയിൽ നിന്നിട്ട് നമ്മൾ ഈ എഴുത്തിനെ മാറ്റിവെക്കുന്ന സ്വഭാവം ഒഴിവാക്കിക്കൊണ്ട് എഴുത്തുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. അതിനാൽ തന്നെ സമയബന്ധിതമായി കഥകൾ എഴുതാനും
കഥകൾ അത് ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ തീർക്കാനും നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വായനക്കാരെ കിട്ടും, കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടും. ഈ ഫോളോവേഴ്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ബാഡ്ജ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എഴുത്തിൽ നിന്ന് വരുമാനം നേടാനും സാധിക്കും. അപ്പം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഗോൾഡൻ ബാഡ്ജ്? പല ആൾക്കാർക്കും ഇവിടെ അറിയായിരിക്കും. നമ്മുടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മുടെ പ്രൊഫൈല്, പ്രതിലിപിയുടെ പ്രൊഫൈലിൽ ലഭിക്കുന്ന ഒരു ബാഡ്ജാണ് ഗോൾഡൻ ബാഡ്ജ്. ഈ ബാഡ്ജ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഥകൾ പ്രീമിയം വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒരു കഥ പ്രീമിയം വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് വായിക്കാൻ വായനക്കാര് കോയിൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നേടുകയോ ചെയ്യണം. ഇതിൽ നിന്നാണ് എഴുത്തുകാർക്ക് ഇവിടെ വരുമാനം ലഭിക്കുന്നത്. ഇനിയിപ്പം എങ്ങനെയാണ് ഗോൾഡൻ ബാഡ്ജ് കിട്ടുക, അല്ലെങ്കിൽ ഗോൾഡൻ ബാഡ്ജ് കിട്ടാൻ എന്താണ് വേണ്ടത്? ഗോൾഡൻ ബാഡ്ജ് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് 200 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. ഈ 200 ഫോളോവേഴ്സിനെ നേടിയതിന് ശേഷം നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ 5 രചനകളെങ്കിലും പ്രസിദ്ധീകരിച്ചിരിക്കണം. ഈ രചനകൾ ഇത് സീരീസുകളുടെ പാർട്ടാവാം, ഒറ്റയ്ക്കുള്ള കഥകളാകാം, ലേഖനങ്ങളാകാം, ഈ പറയുന്ന കവിതകളാകാം, എന്തും ആകാം. 5 രചനകൾ പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾക്ക് ഗോൾഡൻ ബാഡ്ജ് ലഭിക്കും. അതിനുശേഷം ഒരു കഥയുടെ 15 പാർട്ടുകൾ എഴുതി കഴിഞ്ഞാൽ 16ാമത്തെ പാർട്ട് തൊട്ട് നിങ്ങൾക്ക് പ്രീമിയമിലാവും. അത് പിന്നെ കോയിനുകൾ ഉണ്ടെങ്കിലോ കൊടുത്താലോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വഴിയോ മാത്രമേ ആൾക്കാർക്ക് വായിക്കാൻ സാധിക്കൂ. പ്രതിലിപി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പം എഴുത്തുകാരെ എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ എഴുത്തുകാരുടെ കഥാഗതിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരെ എങ്ങനെ കൂടുതൽ മികച്ച എഴുത്തുകാരാക്കാം, അവർക്ക് എങ്ങനെ കൂടുതൽ വരുമാനം ലഭിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് പ്രതിലിപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് സഹായകരമാവുന്ന കുറെ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ എഴുത്തുകാർക്ക് വരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇപ്പൊ റൈറ്റേഴ്സ് ബ്ലോക്ക്, അല്ലെങ്കിൽ വിഷയദാരിദ്ര്യം, എഴുതാനുള്ള മടി. ഇതൊക്കെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിവെച്ച് വിവിധ കഥകളിലൂടെ എങ്ങനെ കൂടുതൽ വായനക്കാരെയും ഫോളോവേഴ്സിനെ ഒക്കെ നേടാം എന്നൊക്കെ നമ്മുടെ വരുന്ന ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കൂടുതൽ വായനക്കാരെ നേടുക എന്നുള്ളതിൽ പ്രധാനമായിട്ടും ഇപ്പൊ സഹായിക്കുന്ന ഒന്നാണ് തുടർക്കഥകൾ. തുടർക്കഥകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് വായനക്കാരെ നേടാൻ പറ്റും. അതിൽ തന്നെ ആദ്യം എന്താണ് തുടർക്കഥകൾ എന്ന് നോക്കാം. ഒരു വലിയ കഥ അതിനെ ചെറിയ 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 ഭാഗങ്ങളായി വിവിധ എപ്പിസോഡുകളായിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിനെയാണ് തുടർക്കഥ എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിലിപിയിൽ ഒരുപാട് പേര് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവഴി എങ്ങനെ കൂടുതൽ വരുമാനം ലഭിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പം ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ചിട്ടാണ് തുടർക്കഥ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം 150 അല്ലെങ്കിൽ 200 അധ്യായങ്ങളുള്ള തുടർക്കഥകൾക്ക് വായനക്കാരും വരുമാനവും ഫോളോവേഴ്സും ഒക്കെ കൂടുതലായിരിക്കും. ആദ്യം ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. തുടർക്കഥ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. തുടർക്കഥകളിൽ ആൾക്കാരെ പിടിച്ചു നിർത്തും. അതായത് ആൾക്കാരിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കി ആൾക്കാരെ ആ കഥകൾ വായിക്കുന്നത് തുടരുന്നതിന് തുടർക്കഥകൾ സഹായിക്കും. അത് ഇപ്പം തുടർക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 50 ഭാഗത്തിൽ നിർത്താതെ ഒരു 100, 150, 200 ഭാഗങ്ങളായിട്ട് എഴുതുക. ഇത് ഇന്നൊരു കഥ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നതിലും നല്ലത് ഇന്നൊരു കഥ എഴുതി പ്രസിദ്ധീകരിച്ച് അതിനുശേഷം നാളെ അടുത്ത കഥ, അടുത്ത ദിവസം, ഒരു ഗ്യാപ്പ് ഇല്ലാതെ തുടരെ എല്ലാ ദിവസവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കഥകളിലേക്ക് കൂടുതൽ വായനക്കാരെ എത്തിക്കാൻ സഹായിക്കും. അതുപോലെ
ഒരു ഭാഗങ്ങൾ ഒരിക്കലും ഒരുപാട് വലുതും ആവരുത്, ഒരുപാട് ചെറുതും ആവരുത്. ഒരു 1000 1200 വാക്കുകൾ വരുന്ന ഏകദേശം 5 മുതൽ 6 മിനിറ്റ് വരെ വായിക്കാനുള്ള കണ്ടന്റ് ഉള്ള ഭാഗങ്ങൾ വേണം പ്രസിദ്ധീകരിക്കാൻ. ഇത്തരം കഥകള് 1 മാസത്തിലോ 2 മാസത്തിലോ തീരുന്നതായിരിക്കില്ല. ഒരു മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇത്തരം കഥകള്. അപ്പം ഓരോ ദിവസവും ഇതിങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക. ഈ കഥകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വായനക്കാരും കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ TV സീരിയലുകളൊക്കെ പോലെ. പിന്നെ ഇത് ക്രമേണയായിരിക്കും. ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് വായനക്കാരെ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കഥാഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വായനക്കാരെ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിലൂടെ ഈ വായനക്കാർ ഇതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ക്രമേണ ഇത് വായിക്കുന്നത് അവരിൽ ഒരു ശീലമായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായനക്കാർ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് വായനക്കാരിൽ ഒരു എന്താണ് ഒരു വൈകാരിക ബന്ധം, വായനക്കാർക്ക് ഈ കഥാപാത്രങ്ങളോടൊരു വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പം ഇത് എല്ലാ ദിവസവും നമ്മൾ ഈ കഥയുടെ ഒരു എപ്പിസോഡ് വായിക്കുക. ക്രമേണ ആദ്യത്തെ ഒരാഴ്ച വെറുതെ വായിച്ചു പോവുമായിരിക്കും. ക്രമേണ ഇവർക്ക് ഇതൊരു ശീലമായിട്ട് മാറും. അപ്പം ഓരോ ദിവസവും ഈ ഓരോ എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് ഇവര് കാത്തിരിക്കും. അങ്ങനെയാണ് ഈ കഥകൾക്ക് വായനക്കാര് കൂടുന്നത്. അതിന്റെ കൂടെ വായനക്കാര് ഈ കഥകളെ പറ്റി അഭിപ്രായം പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോ പുതിയ പുതിയ ആൾക്കാർ വരും, അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഥകളിൽ ചെറിയ ട്വിസ്റ്റും ടേണും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അത് വായനക്കാരുടെയും കൂടി ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഥകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം അതേപോലെ ഇത് നമുക്ക് വായനക്കാർ കൂടുന്നതിനനുസരിച്ച് അതേപോലെ കഥ ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. പിന്നെ കഥകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരാം, പുതിയ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഓരോ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോഴും അതൊരു ആകാംക്ഷയുള്ള കാര്യത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അവർക്ക് അടുത്ത എപ്പിസോഡ് വായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ ഓരോ കഥയും തിരഞ്ഞെടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കഥകൾ കൂടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകൾ കൂടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ സീരിയലുകൾ ഇതുപോലെയാണ്. ഓരോ ദിവസവും പുതിയ കഥാസന്ദർഭങ്ങൾ അവർ കൊണ്ടുവരും. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ, പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഇങ്ങനെ സീരിയലിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഈ പറയുന്ന കുടുംബവിളക്ക്, പണ്ടുണ്ടായിരുന്ന ചന്ദനമഴ, ഇതൊക്കെ ഇങ്ങനത്തെ സീരിയലുകളായിരുന്നു. ഇങ്ങനത്തെ കഥകൾ വരുമ്പോൾ ആൾക്കാർക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ കഥകളൊക്കെ വിജയമായിട്ട് മാറുന്നത്. പിന്നെ നിങ്ങൾ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കഥകൾ അത്ര ട്രെൻഡിങ് ടോപ്പിക് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കഥകൾ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തുടർക്കഥ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ കഥയിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിങ്ങൾ അർജുൻ എന്നൊരാളെ പറ്റിയിട്ട് ഒരു കഥ എഴുതുകയാണെന്ന് വിചാരിച്ചോ. അതായത് അർജുന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും അയാളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു ഒളിച്ചോട്ടവും അതിനുശേഷം അയാൾ ഒരു നഗരത്തിൽ പോയി ജീവിക്കുന്നതുമാണ് കഥയുടെ തന്തു. അപ്പൊ അയാൾക്ക് ആദ്യമായിട്ട് നഗരത്തിൽ പോകുന്ന, തനി നാട്ടുമ്പുറത്തുകാരനായി ജീവിച്ച് ആദ്യമായിട്ട് നഗരത്തിൽ പോകുന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, യാത്ര, ഇതെല്ലാം അതിനകത്തെ പ്രശ്നങ്ങളാണ്. അപ്പം
ഇതിനെപ്പറ്റിയൊക്കെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ, അവൻ നാട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള ഒളിച്ചോട്ടം, ഇതിനെപ്പറ്റിയൊക്കെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പറയുക. അതിനകത്ത് അയാളുടെ മാനസിക സംഘർഷങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ആ കഥാപാത്രത്തിനെ നന്നായി വളർത്തിക്കൊണ്ടുവരണം. അതായത് ആ കഥാപാത്രം എങ്ങനെയാണ് ആ ഒരു നഗരത്തെ പിടിച്ചു നിൽക്കുന്നത്, അവിടെ നിന്ന് അയാൾക്കുണ്ടാവുന്ന വിവിധ തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ, അയാൾ എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഇയാളുടെ ഒരു അടുത്ത സുഹൃത്ത്, അയാളുടെ ഓർക്കുന്ന അയാളുടെ പഴയ പ്രണയിനി, അങ്ങനെ പുതിയ പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരിക. ഇവിടെ അയാൾക്ക് ഉണ്ടാവുന്ന വെല്ലുവിളിയായിട്ട് വരുന്ന ചില ആളുകൾ, അയാൾക്ക് മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അതുമൂലം അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന വേറെ പല പ്രശ്നങ്ങൾ, ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഥ എപ്പോഴും കുറച്ചൊരു ആകാംക്ഷ ഉയർത്തുന്ന രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇയാളുടെ ജോലിയിലൊക്കെ എന്തെങ്കിലും അപ്രതീക്ഷിത പ്രശ്നങ്ങൾ വരിക, ആ പ്രശ്നങ്ങളെ അയാൾ എങ്ങനെ നേരിടുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും കഥ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിലനിർത്താൻ ഏറ്റവും നല്ലത്. അതിന്റെ കൂടെ ഇയാൾ തിരിച്ച് നാട്ടിൽ പോകുന്നു, അവിടെ ഉണ്ടാവുന്നു, അവിടെ വെച്ചുണ്ടാവുന്ന ചില ഒറ്റപ്പെടലുകൾ, ഇതുമൊക്കെ അയാളെ സഹായിക്കും. ഇതൊക്കെ പോയിട്ട് ഇയാളുടെ കഥ ഫുൾ പറഞ്ഞു വന്ന് നമുക്ക് വേണമെങ്കിൽ ഇയാളുടെ ജീവിതം കൂടാതെ ഇയാളുടെ മക്കളുടെ ജീവിതം കൂടി പറയാവുന്നതാണ്. ഇപ്പം നമ്മുടെ നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയൊക്കെ പോലെ. അതായത് ശ്രീധരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥകൾ മുതല് അവനൊരു മിഡിൽ ഏജ് ആയി അവന്റെ ജീവിതം ഏകദേശം മടുത്തു എന്നുള്ളൊരു അവസ്ഥ വരുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു നല്ല സിറ്റുവേഷനിൽ എത്തുന്നവരെ ആ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ജീവിച്ചിരിക്കാറുണ്ട്. അതാണ് ആ രീതിയിൽ കഥ എഴുതാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ തുടർക്കഥയ്ക്കായിട്ടൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അതായത് നിങ്ങളുടെ താല്പര്യം ഒരു കഥ എഴുതുമ്പോൾ വളരെയധികം പ്രധാനമാണ്. അതായത് നിങ്ങൾക്ക് ആ കഥയോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളും കൂടി നോക്കി വേണം നിങ്ങൾ കഥ എഴുതാൻ. അതിനകത്ത് തന്നെ പ്രതിലിപിയിൽ ഏതൊക്കെയാണ് വായിക്കപ്പെടുന്നത് എന്നുള്ളതും നോക്കുന്നത് നല്ലതാണ്. പ്രതിലിപിയിൽ ഇപ്പൊ പ്രധാനമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില ജോണറുകളാണ് പ്രണയം, സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലർ, പുരാണ കഥകൾ, ഫാന്റസി, ഹൊറർ കഥകൾക്ക് എപ്പോഴും ആരാധകർ ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ കുറ്റാന്വേഷണ കഥകൾ, സൈഫൈ കഥകൾ, ഇതൊക്കെ ഒരുപാട് ആരാധകരുള്ള ജോണറുകളാണ്. ഇതിനകത്ത് എഴുതാൻ ശ്രമിക്കുക. പക്ഷെ ഏത് കഥ എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലെന്താണ്, ഇത് നിങ്ങളിൽ എന്ത് വികാരമാണ് ഈ കഥ ഉയർത്തുന്നത്, ഇത് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങൾക്കത് വീണ്ടും വായിക്കാൻ തോന്നുന്നുണ്ടോ, ഇക്കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകൾ എഴുതാൻ നോക്കുക. അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കഥയോടുള്ള ബന്ധം വളർത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ ഇതിനെ എങ്ങനെയൊക്കെ വിപുലീകരിക്കാം, ഈ കഥയെ നമുക്ക് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം അതിനൊരു ഉദാഹരണമായിട്ട് അനന്യ എന്ന് പറഞ്ഞൊരു ടീച്ചറിന്റെ കഥയാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കാം. പുള്ളിക്കാരിക്ക് ഒരു പ്രണയമുണ്ട്. രാജ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ബാല്യകാല സുഹൃത്താണ്. പുള്ളിക്കാരനുമായിട്ടുള്ള ഒരു പ്രണയം. അതേസമയം തന്നെ വീട്ടില് അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെയുള്ള, അമ്മ ഒരുപാട് ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് അനന്യ വരുന്നത്. അതുകൊണ്ട് തന്നെ അനന്യയുടെ വീട്ടുകാര് അനന്യ ഒരു NRI-കാരനുമായിട്ട് കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് തമ്മിൽ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഇതിനിടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു നായികയാണ് അനന്യ. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്നു,
സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അവൾ എങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കാം കഥ. പക്ഷെ ഈ കഥ എഴുതുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും വളരെ ശക്തരായിരിക്കണം. ഈ കഥാഗതി ഉണ്ടാക്കുമ്പം തന്നെ നമുക്ക് ആ കഥാഗതിയോടൊരു താല്പര്യം തോന്നണം എപ്പോഴും. ആ ഒരു കരുത്തരായ കഥാപാത്രങ്ങളും കഥാഗതിയുമാണ് പലപ്പോഴും ഒരു തുടർക്കഥയുടെ വിജയമായിട്ട് മാറുന്നത്. ഒരു കഥ എഴുതുമ്പോൾ ഇത് ശരിക്കും വെറുതെ ഒരു കഥയല്ലെന്നും നമ്മുടെ ചുറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും ആണെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ അവിടെ നിങ്ങളുടെ കഥ ഒരു വിജയമായിട്ട് മാറും. ഇപ്പം ഈ മുഖ്യ കഥാപാത്രം, ഈ അനന്യ എന്ന് പറയുന്ന മുഖ്യ കഥാപാത്രം ഒരു ടീച്ചറാണ്, സ്വന്തമായിട്ട് നിലപാടുകളുള്ള ആളാണ്, ആളുകളെ സഹായിക്കുന്ന ഒരാളാണ്, ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ സമൂഹത്തിനോട് അനന്യയ്ക്കൊരു പേടിയുണ്ട്. അതിനെ മാറ്റി എങ്ങനെ മുന്നോട്ട് പോവും എന്നുള്ളതാണ് ഈ കഥയുടെ മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. ആദ്യം വീട്ടുകാർക്ക് വേണ്ടി സമൂഹത്തിനെ പേടിച്ചൊക്കെ മാറി നിൽക്കുന്ന അനന്യ പതിയെ പതിയെ തന്റെ പ്രണയമാണ് വലുതെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പോരാടാൻ ശ്രമിക്കുകയാണ് ഇത്തരം കഥകളിൽ ചെയ്യുന്നത്. അതുപോലെ വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത് എപ്പോഴും ദുഷ്ടന്മാരായ കഥാപാത്രമായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സാഹചര്യങ്ങളാണ് പലപ്പോഴും പലരെയും വില്ലന്മാരാക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിനകത്ത് തന്നെ പലപ്പോഴും ഇങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ദേഷ്യം തോന്നുന്നത് നായികയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള കഥാപാത്രങ്ങളോടായിരിക്കാം. പക്ഷെ അവര് വിചാരിക്കുന്നത് അറേഞ്ച് മാരേജ് വഴി ഇവർക്ക് നല്ലൊരു സുരക്ഷിതമായ ജീവിതം കിട്ടുമെന്നും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും ആയിരിക്കാം. അതിനാൽ തന്നെ ആ ഒരു സാഹചര്യം, ആ ഒരു തോട്ട് പ്രോസസ്, അവരുടെ ജീവിതം, ഇതൊക്കെയാണ് ഇവരെ വില്ലൻ എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം വരുമ്പോ വായനക്കാർക്ക് പലപ്പോഴും ഇവർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, അതുപോലെ ഇവരോട് ദേഷ്യമുണ്ട്. അത് വായനക്കാരിൽ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കും. അതും കഥയോടുള്ള ആൾക്കാരുടെ ഇഷ്ടം കൂട്ടുന്നതായിരിക്കും. അതുപോലെ ഒരു തുടർക്കഥയിൽ ഉപകഥാപാത്രങ്ങളും വളരെയധികം പ്രധാനമാണ്. ഇപ്പം ഇതിനകത്ത് പറയുന്ന കാമുകൻ എന്ന് പറയുന്നത് ഒരു ഉപകഥാപാത്രമാണ്. പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ നായക അനന്യയാണ്. അപ്പൊ പുള്ളിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ, പുള്ളി നേരിടുന്ന കുഴപ്പങ്ങൾ, എന്തുകൊണ്ട് പുള്ളിക്ക് അനന്യയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഉപകഥയുടെ ഭാഗമാണ്. അതുപോലെ അനന്യയെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ, അനന്യയുടെ ഏട്ടത്തിയമ്മ, അവർക്കുള്ള പരിമിതികൾ, അവര് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപകഥകളായിട്ട് ഉൾപ്പെടുക. അതിനോടൊപ്പം തന്നെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ആളാണ് അനന്യയുടെ പ്രതിസ്ഥിതപരനായ ഈ NRI ആയിട്ടുള്ള ആള്. അയാൾക്ക് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവും. അയാൾ എന്തെങ്കിലും ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടായിരിക്കാം ഈ ഒരു കല്യാണത്തിന് തയ്യാറാവുന്നത്. ചിലപ്പോൾ അയാൾക്കൊരു വീട്ടുകാർ സമ്മതിക്കാത്ത ഒരു പ്രണയബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി വേറെ ആയിരിക്കാം. ഇത് പുറത്തു പറയാൻ പറ്റാത്ത അയാള് അനുഭവിക്കുന്ന സമ്മർദ്ദവും അയാള് കടന്നു പോകുന്ന അവസ്ഥകളും കഥകളിൽ ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ളതായിരിക്കാം. അതും നിങ്ങളുടെ കഥയോടുള്ള ഇഷ്ടത്തിനെ കൂട്ടും. ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ഉപകഥാപാത്രങ്ങളെ ഉണ്ടാക്കുമ്പോഴും ഓരോ സന്ദർഭം എഴുതുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സന്ദർഭങ്ങള് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ
നമ്മുടെ വായനക്കാരനെ ഹെൽപ്പ് ചെയ്യണം. ആ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ പ്രധാന കഥാപാത്രത്തെ കൂടുതലായിട്ട് വായനക്കാരുടെ ഉള്ളിലേക്ക് എത്തണം. ഒപ്പം ഈ കഥാപാത്രങ്ങളും എപ്പോഴും മാനസിക സംഘർഷങ്ങളുള്ള കഥകളോടാണ് ആൾക്കാർ കൂടുതൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കുക. വില്ലനായി മാത്രം കാണാതെ, ഒരു ദുഷ്ടനായി മാത്രം കാണിക്കാതെ ഒരു മനുഷ്യനായി കൂടെ കാണിക്കുന്നത് ഇതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ ഉപകഥകളും ഉപകഥാപാത്രങ്ങളെ ഉപയോഗിച്ച് നായിക അനുഭവിക്കുന്ന അതേ പ്രശ്നത്തിന്റെ വേറൊരു കാഴ്ചപ്പാട് കൂടി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നായികയുടെ ഒരു സുഹൃത്തിന്റെ കഥ പറയുക, അതേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, പുള്ളിക്കാരി എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, അത് ആ ഒരു പ്രശ്നത്തിന്റെ വേറൊരു കാഴ്ചപ്പാടിനെ കാണിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ ഇപ്പം നമ്മുടെ ഓരോ കഥകളിലെ നായകന്മാരെ നമ്മൾ എപ്പോഴും ഒരു ഹീറോ എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അങ്ങനെ ആകണം എന്നില്ല. ഹീറോ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് നമ്മളിൽ ഒരാളാണ്. അയാൾക്ക് കുറെ നല്ല ഗുണങ്ങളുണ്ടാവും, അയാളെ ഭയങ്കര നന്നായി കാണിക്കും. പക്ഷെ ക്രമേണ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള വിവിധ പലതരം വിഷയങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് വളരെ അതായത് നായകന്മാരെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇത്തരം പ്രശ്നങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ പ്രതിനായകന്മാരെ കുറച്ച് സഹാനുഭൂതി തോന്നിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷനുകളും ഒക്കെ അവർക്കും കൊടുക്കുക. അപ്പോ അവരോടും നമുക്ക് ആത്മപരമായിട്ടൊരു ബന്ധം തോന്നിക്കഴിഞ്ഞാൽ അതും കഥയ്ക്ക് നല്ലതാണ്. പിന്നെ കഥകളുടെ മുന്നോട്ട് പോക്കിന് സഹകഥാപാത്രങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മളൊരു നോവല് വായിക്കുമ്പോൾ ഓരോ താളും മറിക്കുമ്പോഴും നമുക്ക് എന്താണ് അടുത്തതെന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ ഓരോ താളും മറിക്കുമ്പോഴും കഥാപാത്രങ്ങളുടെ ഓരോ വശങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് ആൾക്കാരുടെ ആകാംക്ഷ കൂട്ടും. ഈ പറയുന്ന പോലെ നമ്മളൊരു തുടർക്കഥ എഴുതുന്നെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പരിപാലിക്കുന്നു, ഒരു പൂന്തോട്ടം ഒരുക്കിയെടുക്കുന്ന പോലെ ഒരുപാട് ക്ഷമയും സമയവും ഒക്കെ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മള് പതിയെ ഓരോ കഥാപാത്രത്തെയും പോഷിപ്പിച്ച് അവരെ തളർത്ത് വളരാൻ അനുവദിച്ചെടുക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് വായനക്കാരെ പിടിച്ചു നിർത്താനുള്ള വഴികളുണ്ടായിരിക്കും. അതായത് ഇപ്പോ അവരുടെ ജനനം മുതല് നമ്മൾ അവരെ ഒരു കഥയിലൂടെ കാണിക്കുമ്പോൾ നമ്മളത് മുന്നിൽ കാണുന്ന പോലെയാ കാണുന്നത്. ഇപ്പം ഓം ശാന്തി ഓശാനയിലെ സിനിമയിലെ പൂജ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ അവളെ 10ാം ക്ലാസ് തൊട്ട് കണ്ടു തുടങ്ങുന്നുണ്ട്. കൗമാരത്തിലെ പ്രണയം, ആദ്യത്തെ ക്രഷ്, അത് പിന്നെ പ്രണയമായി മാറുന്നു. പിന്നെ അവളുടെ ജീവിതത്തിലെ എൻട്രൻസ് പോലുള്ള കോച്ചിങ്, പരീക്ഷ, അതിൽ വിജയിക്കുന്നു, ഡോക്ടർ ആവുന്നു. ഏറ്റവും ഒടുവിലാണ് അവൾക്ക് പ്രണയസാഫല്യം ഉണ്ടാവുന്നത്. അവളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കാഴ്ചക്കാരായിട്ട് നമ്മളും കൂടെയുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുട്ടി, ആ ഒരു ഫീലിംഗ് തരികയാണ് ആ സിനിമ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വായനക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഉപകഥാഗതികൾ കൊണ്ടിട്ട് ഉണ്ടാവേണ്ട പ്രാധാന്യം എന്താന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയിലെ താല്പര്യം നിലനിർത്താനും കഥകളിൽ പുതുമ കൊണ്ടുവരാനും കഥയിലെ വിരസത ഒഴിവാക്കാനും ഒക്കെ ഉപകഥാഗതികൾ വളരെയധികം സഹായിക്കും. അതിൻ്റെ കൂടെ ഓരോ ആൾക്കാരുടെയും വ്യത്യസ്ത മുഖങ്ങളും അവരുടെ വളർച്ചകളും ഒക്കെ കാണിക്കാനും ഇത് വളരെ നല്ലതാണ്. കൂടാതെ ഒരു ഉപകഥാഗതി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന വിഷയത്തെ വളരെയധികം അനുകൂലിച്ച് നമുക്ക് അതിനോടൊരു ഇതിങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിലാണ് പോണതെങ്കിൽ മറ്റൊരു ഉപകഥാഗതി അതിന് നേരെ എതിരായിരിക്കാം. ഇത് കഥാസന്ദർഭങ്ങളുടെ ആഴവും കഥയുടെ ആഴവും വർദ്ധിപ്പിക്കാൻ പ്രേക്ഷകനെ വളരെയധികം സഹായിക്കും.
പിന്നെ കഥയുടെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ആ ആശയത്തിൽ നിന്ന് വിട്ടുമാറാതെ അതിനോട് ചേർന്ന് നിന്ന് കഥയെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉപകഥകൾ ഒരുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ട്വിസ്റ്റുകൾ കൊണ്ടുവരാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, ഇങ്ങനൊരു കാര്യമുണ്ട്, ഇത് ഇവരുടെ ബന്ധത്തെ നശിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കാനും ഒക്കെ ഉപകഥകളായിരിക്കും നിങ്ങളെ വളരെയധികം സഹായിക്കുക. ഇതിന് നമുക്ക് ഉദാഹരണം നമ്മുടെ പഴയ അനന്യയുടെ ഇതിൽ കൂടെ തന്നെ പോവാം. അനന്യ രാജുമായിട്ടുള്ള പ്രണയം, NRI ബിസിനസ്മാൻ കല്യാണം കഴിക്കാൻ വരുന്നു, ഒക്കെ ശരിയാണ്. ഇതിനകത്ത് ഉപകഥകളായിട്ട് ഇതാണ് ഇതിനകത്തെ മെയിൻ കഥ. പക്ഷെ ഇതിനകത്ത് ഉപകഥകളായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് അമ്മയാണ് ഇതിനകത്ത് കല്യാണം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. പതിയെ പതിയെ അമ്മയിൽ മാറ്റം വരുന്നു. അതൊരു പ്രധാന ഉപകഥാതിയാണ്. അത് നമ്മുടെ നായികയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, അതെങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ളത്. രണ്ട്, നായികയ്ക്ക് ഒരു കസിൻ ഉണ്ട്, വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു കസിൻ. ആ കസിൻ നായികയെ ചതിക്കുകയും നായികയുടെ ബന്ധം പുറത്തു വരാൻ വേണ്ടി ഈ കസിൻ കാരണമാവുകയും ചെയ്യും. അതാണ് ഇതിലുണ്ടാവുന്ന വേറൊരു പ്രശ്നം. പിന്നെ ഇതേ സമയം തന്നെ നായികയുടെ അയൽക്കാരന്റെ മകൾ ഒളിച്ചോടുന്നു. അതുമൂലം നായികയ്ക്ക് ഒരുപാട് പരദൂഷണം കേൾക്കേണ്ടി വരുന്നു. നായികയ്ക്കല്ല, ആ മകളെ പറ്റി ഒരുപാട് പരദൂഷണം കേൾക്കേണ്ടി വരുന്നു. അയാൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ താൻ തന്റെ പ്രണയമായിട്ട് മുമ്പോട്ട് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന് നായിക മുന്നിൽ കാണുന്നു. അതുമൂലം ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുമൂലം ഇവർക്ക് പ്രണയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിവിധ ഉപകഥാഗതികളാണ്. ഇതിൽ ഉൾപ്പെടുത്താവുന്ന വേറെ ചില ആശയങ്ങളാണ് സാമൂഹികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ അത് കേട്ടിട്ട് ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇതാണ് വേണ്ടത്, പക്ഷെ അവൾക്ക് പ്രണയവും പ്രധാനമാണ്, ഇതിന്റെ ഇടയ്ക്ക് ഏത് തെരഞ്ഞെടുക്കണം എന്നറിയാതിരിക്കുന്ന അവസ്ഥ, കുടുംബത്തിലുണ്ടാവുന്ന ചില അന്ധവിശ്വാസങ്ങൾ, രഹസ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഒരു കഥ എഴുതുമ്പോൾ അതിനകത്തെ ഉപകഥകളെ ബാലൻസ് ചെയ്ത് നിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു പ്രധാന കഥാഗതിക്കൊപ്പം 2 അല്ലെങ്കിൽ 3 ഉപകഥാഗതികൾ സജീവമായി നിലനിർത്തുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഇപ്പം അമ്മയുടെ മാറ്റം ഒരു ഉപകഥയായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ് അയൽക്കാരന്റെ മോൾ ഒളിച്ചോടുന്ന പ്രശ്നം വരുന്നതും, ഇത് കസിൻ ചതിക്കുന്നത്, നമ്മുടെ NRI സുഹൃത്തിന്റെ NRI വരന്റെ രഹസ്യ ബന്ധം, അല്ലെങ്കിൽ അയാളുടെ ഇത് പുറത്തു കൊണ്ടുവരുന്നത് മൂലം അയാൾക്ക് ഇവരോടുണ്ടാകുന്ന, അതായത് നമ്മുടെ അനന്യയോടും രാജുനോടും ഉണ്ടാകുന്ന പ്രണയവും പ്രതികാരവും, അതുമൂലം അയാൾ എടുക്കുന്ന വിവിധ തീരുമാനങ്ങൾ, അതുമൂലം ഇവർക്കുണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഉപകഥകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഇത് നിങ്ങളുടെ കഥകളെ വികസിപ്പിക്കാനും അതേസമയം തന്നെ കഥകളിലെ ഇൻട്രസ്റ്റ് എപ്പോഴും ഇങ്ങനെ നിലനിർത്താനും വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഒരു കാര്യവും ഭയങ്കര ശാന്തമായി പോകുന്നത് കഥകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര നല്ലതല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേണം. ആ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് ആ കഥകൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാള് സന്തോഷമായി പോയാലും ഉടനെ തന്നെ അടുത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കുക. ആ പ്രശ്നങ്ങളിലൂടെ വേണം പിന്നീട് മുന്നോട്ട് പോകാൻ. അതാണ് ഓരോ കഥയുടെയും ഒരു അടിത്തറ എന്ന് പറയുന്നത്. ശാന്തമായിട്ടൊഴുകുന്ന പുഴ പോലെ ഒരു കഥ പോകുന്നതിലും അത്യാവശ്യം പൊട്ടലും ചീറ്റലും ഒക്കെ ഉള്ളതാണ് വായനക്കാർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുക. പിന്നെ ഇപ്പം നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് AI. അപ്പം AI തുടർക്കഥകൾ എഴുതാൻ AI നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കും എന്നും കൂടി നമുക്കിന്ന് നോക്കാം. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷൻ തീരുന്നതായിരിക്കും. അപ്പം ഒരു കഥ എഴുതുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, എങ്ങനെ ഇത്രയും നീളത്തിലുള്ള ഒരു കഥ എഴുതും, ഇതെങ്ങനെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യും, ഇതെങ്ങനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്.
ഇതിനൊക്കെ AI വളരെയധികം സഹായകരമാണ്. നമുക്ക് ഒരു കഥയുടെ ഔട്ട്ലൈൻ എടുക്കാൻ AI സഹായിക്കും. ഈ AI വരുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രധാനമായിട്ടും പറയട്ടെ. ഒരിക്കലും AI കൊണ്ട് കഥ എഴുതിച്ച് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കഥ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മാവുള്ളതാണ്. കഥയുടെ ആത്മാവ് നിലനിർത്തണമെങ്കിൽ കഥയുടെ ആത്മാവ് നമ്മളാണ്. അതിലെ കഥാപാത്രങ്ങൾക്കും ആളുകൾക്കും ജീവൻ കൊടുക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞാലേ കഥ കഥയാവുകയുള്ളൂ. AI ആ കഥ തന്തു നിങ്ങൾക്ക് തരാൻ സാധിക്കും. അതാണ് AI നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കാൻ AI കഴിയും. പക്ഷെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ എഴുത്തുകാരന് മാത്രമേ കഴിയുള്ളൂ. AI എഴുതുന്ന ഒരു കഥയ്ക്ക് ആത്മാവ് ഉണ്ടാവില്ല, ചട്ടക്കൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നല്ലൊരു കഥയാവില്ല. അതുപോലെ തന്നെ AI എത്രയൊക്കെ ഇപ്പൊ വികസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ AI ഒരിക്കലും ഡെവലപ്ഡ് ആയിട്ടില്ല. ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, വ്യാകരണ പ്രശ്നങ്ങൾ വരും, ഗ്രാമർ മിസ്റ്റേക്കുകൾ വരും, എഴുതുന്ന കാര്യങ്ങൾക്ക് ചില സമയത്ത് വസ്തുതാപരമായ പ്രശ്നങ്ങൾ വരും, ഒക്കെ വരും. അതുകൊണ്ട് എഴുതുന്നത് എപ്പോഴും നമ്മളായിരിക്കണം. നമുക്കൊരു ഗൈഡായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഒരു മാർഗദർശിയായിട്ട് നിൽക്കാൻ ഒരു പരിധി വരെ AI കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരിക്കലും AI വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ കഥയെയും എഴുതുന്ന നിങ്ങളുടെ സാഹിത്യ ജീവിതത്തെയും വരെ അത് വല്ലാതെ ബാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പക്ഷെ നമുക്കൊരു കഥാതന്തു വേണം. നമുക്കൊരു തുടർക്കഥ എഴുതാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെഴുതണം എന്നറിയില്ല, എങ്ങനെ എഴുതണം എന്നറിയില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് AI-യുടെ സഹായം തേടാവുന്നതാണ്. ഇതിന് നമ്മൾ എന്താണ് ഇങ്ങനെ എഴുതുന്ന കഥകൾക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കഥകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ AI ഉപയോഗിക്കാം. ഒരു കഥാഗതി എങ്ങനെ പ്ലാൻ ചെയ്യാൻ AI-യുടെ സഹായം എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ പ്രോംപ്റ്റ് എന്ത് കൊടുക്കണം എന്ന് നമുക്ക് നോക്കാം. ഇപ്പം 300 എപ്പിസോഡുകൾ ഉള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ. അതിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആദ്യം വളരെ വഴക്കിലും ശത്രുതയിലും തുടങ്ങുന്ന ഒരു കപ്പിൾ വളരെ പതിയെ പ്രണയത്തിലേക്ക് പോവുകയും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ് കഥയുടെ ഗതി. ഇതിനെ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ ഒരു ഔട്ട്ലൈൻ തരാൻ നിങ്ങൾക്ക് AI-യോട് ആവശ്യപ്പെടാം. ഓരോ 50 എപ്പിസോഡിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റോ ടേണോ ഉണ്ടാവണമെന്നും കൊടുക്കാം. അപ്പം AI നിന്നൊരു കഥാതന്തു, ഒരു കഥയുടെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. ക്രമേണ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് വേറെ ആരുടെ ഇഷ്ടമല്ല. ആ കഥയ്ക്ക് ഓജസ്സും തേജസ്സും കൊടുത്ത് മുന്നിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളെന്നുള്ള എഴുത്തുകാരാണ്. അതുപോലെ ഒരു തുടർക്കഥ എഴുതുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും ഈ കഥയും ഈ അധ്യായവും ഇതിന്റെ മുമ്പത്തെ അധ്യായവും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല, ഇത് തമ്മിൽ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള സമയത്തും നമുക്ക് AI-യുടെ സഹായം തേടാവുന്നതാണ്. അതായത് നിങ്ങളുടെ കഥയുടെ ലിങ്ക് കൊടുക്കുക, അതിനുശേഷം അല്ലെങ്കിൽ കഥ ഇതുവരെ എഴുതിയത് കൊടുക്കുക, അല്ലെങ്കിൽ കഥയുടെ ഒരു സംഗ്രഹം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അധ്യായത്തിന്റെ രൂപരേഖ എങ്ങനെയായിരിക്കും, ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ക്ലൈമാക്സുകളും ഒക്കെ എങ്ങനെ ഉൾപ്പെടുത്താം എന്നൊക്കെയുള്ളത് ചോദിക്കുക. ഇത് വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്ന ക്ലൈമാക്സ് അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തരാൻ AI-ക്ക് പറ്റും. അതുപോലെ ഓരോ അധ്യായം എഴുതുമ്പോഴും അടുത്ത അധ്യായത്തിലേക്ക് എന്തെങ്കിലും കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് അടുത്ത അധ്യായത്തിലേ അറിയാൻ പറ്റൂ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കുറച്ച് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും AI നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്തെ പ്രോംപ്റ്റുകൾ, ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോംപ്റ്റുകളുടെ ഉദാഹരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നാളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അവിടെ നിന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കഥയുടെ തുടർച്ച, അതായത് ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കഥയുടെ തുടർച്ച നിലനിർത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതായത് കഥയുടെ പ്രമേയത്തിൽ നിന്ന് വിട്ടുപോകാനും പാടില്ല,
പക്ഷേ കഥയോടുള്ള ആകാംക്ഷ നിലനിർത്തുകയും ചെയ്യണം. അതുപോലെ കഥ നടക്കുന്ന കാലം ഏതാണെന്ന് ഓർത്തിരിക്കണം. അതായത് ഇപ്പം 1980-കളിലെ സാഹചര്യത്തിൽ നമ്മളൊരു കഥ എഴുതി തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ ക്രമേണ നമുക്ക് എഴുതി വരുമ്പോൾ നമ്മൾ ഇത് മറന്നു. നമ്മൾ പിന്നെ ഫോണുകളെ പറ്റിയും ഇപ്പൊ TV അത് ഇതിനെ പറ്റിയും ഒക്കെ എഴുതുകയാണെങ്കിൽ കഥയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാവില്ല. പക്ഷെ ഈ തുടർച്ച നിലനിർത്താനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും AI നമുക്ക് ഉപയോഗിക്കാം. ഓരോ കാര്യങ്ങളെയും സമ്മറൈസ് ചെയ്ത് എന്തൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഇവർക്ക് എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനുണ്ടായ മാറ്റം മനസ്സിലാവാതിരിക്കുക, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് AI കാര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനാവശ്യമായ പ്രോംപ്റ്റുകളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ഥലത്തെ പറ്റി എഴുതുകയാണ്, ഒരു സ്ഥലത്ത് യാത്ര പോകുന്നതിനെ പറ്റി എഴുതുകയാണ്, പക്ഷെ ആ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ പറ്റി വളരെ നല്ലൊരു വ്യൂ ആണ് നിങ്ങളുടെ വായനക്കാർക്ക് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് AI വളരെയധികം സഹായിക്കും. ഈ സ്ഥലത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കുറിപ്പ് തന്നെ നിങ്ങൾക്ക് AI നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ AI നിങ്ങളെ സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതിനെ വളരെ വസ്തുനിഷ്ഠമായിട്ട് എഴുതാനും ഒക്കെ നിങ്ങൾക്ക് AI ഉപയോഗിക്കാവുന്നതാണ്. എക്സ്ക്യൂസ് മീ. അതുപോലെ ഒരു കഥാപാത്രങ്ങളുടെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് തുടർക്കഥയിൽ ട്രാക്ക് ചെയ്യാൻ വലിയൊരു പ്രശ്നമാണ്. അതായത് ഒരു വളരെ ദുഷ്ടനായ ഒരു കഥാപാത്രം കഥയുടെ ഒടുക്കമായിരിക്കും. അയാൾ ഒരു നായകനാവണമെന്നില്ല, വില്ലനാവണമെന്നില്ല, അയാൾ ഒരു ഉപകഥാപാത്രം മാത്രമായിരിക്കാം. പക്ഷെ അയാളുടെ മാറ്റത്തിന്, അതായത് ദുഷ്ട കഥാപാത്രത്തിൽ നിന്നും നല്ല കഥാപാത്രത്തിലേക്ക് വരാനുള്ള കാരണം, ആ മാറ്റത്തിന് ഉണ്ടായ സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് AI നിങ്ങളെ സഹായിക്കും. അതായത് എങ്ങനെയൊക്കെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇത് ഏതൊക്കെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താം, എങ്ങനെയൊക്കെ ഇത് എഴുതിയാലായിരിക്കും, ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടുവന്നാലായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ കഥയിലേക്ക് കൊണ്ടുവരാൻ AI നിങ്ങളെ വളരെയധികം സഹായിക്കും. അതിപ്പം എത്ര എപ്പിസോഡുകൾ ഉണ്ടെങ്കിലും അതിനെ നിങ്ങളെക്കാട്ടി നന്നായിട്ട് സമ്മറൈസ് ചെയ്യാൻ ഒരുപക്ഷെ AIക്ക് കഴിയും. അതുകൊണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. പക്ഷെ വീണ്ടും പറയാണ്, ഒരിക്കലും കഥകൾ AI കൊണ്ട് എഴുതിപ്പിക്കാനോ കഥകൾ കോപ്പി പേസ്റ്റ് ചെയ്യാനോ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ ഉപകഥകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ വലിയ കാര്യം, ഒരിക്കലും നമ്മുടെ പ്രധാന കഥ, അതായത് നമ്മൾ എന്തിനെയാണോ തുടങ്ങി വെച്ചത്, ആരിലാണോ തുടങ്ങി വെച്ചത്, ആരെയാണോ നമ്മൾ പ്രധാന കഥാപാത്രമായിട്ട് എടുത്തത്, അവരുടെ കഥയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത്. അതായത് നമ്മൾ ഉപകഥകൾ എഴുതി ഉപകഥകളെ മെയിൻ കഥാപാത്രങ്ങളാക്കി മാറ്റി നമ്മുടെ പ്രധാന കഥാപാത്രത്തെ ഒരിക്കലും മറന്നു പോകരുത്. പകരം ഈ നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഉപകഥകളും പശ്ചാത്തല കഥകളുമാണ് നമ്മൾ എപ്പോഴും എഴുതാൻ. അവരെ എപ്പോഴും വളർത്തിയെടുക്കുക, അവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന കഥകൾ എഴുതുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് സഹായിക്കുന്ന എന്തൊക്കെ തരം സഹകഥാപാത്രങ്ങളാണുള്ളത്, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള കഥകൾ കൊടുക്കാം, ഇതൊക്കെ നമുക്ക് AI ചോദിക്കാവുന്നതാണ്. അതിനെ പറ്റിയൊരു പ്രോംപ്റ്റിന്റെ ഉദാഹരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ AIക്ക് കൊടുക്കുമ്പോൾ ഒന്നുകിൽ മുമ്പ് കൊടുത്ത പ്രോംപ്റ്റിന് താഴെയായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഥയുടെ സാഹചര്യങ്ങൾ, കഥയുടെ സംഗ്രഹം എന്തെങ്കിലും AIക്ക് കൊടുക്കുക. ഒന്നുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ AIക്ക് ഒരിക്കലും നിങ്ങൾക്കത് പറഞ്ഞുതരാൻ പറ്റില്ല.
അതുപോലെ ഓരോ കഥയ്ക്കും അതിന്റെ വായനക്കാര് തിരിച്ചു വരണമെങ്കിൽ കഥ വളരെ ഉദ്വേഗജനകമായി തന്നെ മുന്നോട്ട് പോകണം. അത് വായനക്കാരിൽ താല്പര്യം ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എഐക്ക് വളരെ വലിയൊരു കഴിവുണ്ട്. അത്തരം കഴിവുകളെ മനസ്സിലാക്കാനും എഐ നിങ്ങളെ സഹായിക്കും. അതും നിങ്ങൾക്ക് എയോട് ചോദിക്കാവുന്നതാണ് എപ്പോഴും. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് എഐ ഉപയോഗിക്കേണ്ടത്. എഐയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പ്രോംപ്റ്റുകൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കഥകൾക്കനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എഐക്ക് നമുക്ക് ChatGPT ഉപയോഗിക്കാം, ജെമിനി ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് എഐകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കഥകളെ കോമിക്സ് ആക്കി മാറ്റാം. എങ്ങനെ എഴുതാനും സഹായിക്കുന്ന ഒരുപാട് എഐകൾ ഇന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അത് നമുക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞു തന്നത്. എഐ എങ്ങനെ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് വരും ദിവസങ്ങളിലും പറയുന്നുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലെയും ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ പ്രതിലിപിയിൽ തന്നെ ഇപ്പൊ ഒരുപാട് തുടർക്കഥകൾ വരുന്നുണ്ട്. നിങ്ങളിൽ തന്നെ ഒരുപാട് പേര് തുടർക്കഥകൾ എഴുതുന്നുണ്ട്. അപ്പം അതിനകത്ത് വളരെയധികം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു മലയാളത്തിലെ റൊമാൻസ് കാറ്റഗറിയിൽ വരുന്നൊരു തുടർക്കഥയായിരുന്നു ട്രോഫി വൈഫ്. നീലിമ എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രവും അവളുടെ കല്യാണവും പ്രതികാരത്തിന് വേണ്ടി അവളെ കല്യാണം കഴിക്കുന്ന രുദ്രപ്രതാപ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്മാന്റെയും കഥയായിരുന്നു ഇത് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇവര് തമ്മിലുള്ള ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ഒക്കെ ശേഷം വളരെ പതിയെയാണ് ഇതൊരു പ്രണയത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത് പ്രണയത്തിനപ്പുറം ഒരു വലിയ കുടുംബത്തിനുള്ളിലെ ഒരുപാട് പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കാണിച്ചു പോകുന്ന പ്രണയവും കുടുംബജീവിതവും ശത്രുതയും പ്രതികാരവും പകയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കഥയായിരുന്നു ഇത്. പ്രതിലിപിയിൽ ഒരുപാട് വായനക്കാരെ നേടിയിട്ടുള്ള ഒരു കഥയായിരുന്നു ഇത്. ഇതിനകത്തെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു നീലിമ. വളരെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ടീച്ചറായി ജോലി ചെയ്യുന്ന നായിക വളരെ പ്രതീക്ഷയോടുകൂടി ഈ വലിയൊരു കുടുംബത്തിലെ നായികയായി വരികയാണ്. പുള്ളിക്കാരിക്ക് അതിനോട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. തനിക്ക് താങ്ങായിട്ട് ഒരാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ തന്റെ കാമുകിയുടെ മരണത്തിന് ഈ നീലിമ കാരണമായെന്ന് വിചാരിച്ചിട്ടാണ്, പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണം നടക്കുന്നത്. പുറത്ത് നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുമ്പോഴും ഒരുപാട് ഉപദ്രവങ്ങളും മാനസിക പ്രശ്നങ്ങളും മാനസിക പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞ ഒരു ആളായിരുന്നു നീലിമ. ഇതൊക്കെ ചെയ്തിരുന്നത് രുദ്രപ്രതാപ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അയാളെ അയാളോടും സഹാനുഭൂതി തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്തെ പ്രതിനായകർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടുപേരായിരുന്നു. ഈ രുദ്രപ്രതാപിന്റെ അനിയനായിട്ടുള്ള വിക്രം, സ്വന്തം ഏട്ടത്തിയമ്മയെ പോലും ദുഷ്ടകണ്ണുകളോട് കൂടി കാണുന്ന ഒരാളായിരുന്നു ഈ രുദ്രപ്രതാപിന്റെ അനിയനായിരുന്ന വിക്രം. അയാൾ പൈസയുടെ മുകളില് നമ്മൾ പറയുന്ന പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച് ജീവിതത്തിൽ എന്തിനും മുകളിൽ പണമാണെന്ന് കരുതുന്ന ഒരാളായിരുന്നു അയാള് പണം കൊണ്ട് ഈ ലോകത്തിലെ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയിരുന്ന ഒരാളാണ്. അയാളാണ് ഇതിനകത്തൊരു പ്രധാന വില്ലൻ. അതുപോലെ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ലാവണ്യ എന്ന് പറയുന്ന ഒരാൾ. രുദ്രപ്രതാപിന്റെ ജീവിതത്തില് കല്യാണം കഴിക്കാമെന്നും അതിലൂടെ മംഗലത്ത് വീടിന്റെ റാണിയാകാമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഈ ലാവണ്യ. പക്ഷെ ഇത് നടക്കാതെ വന്നതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് നിരാശ ഉണ്ടാവുകയും അതുമൂലം ഈ രുദ്രനോടും നീലിമയോടും തീരാത്ത പക ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കഥാപാത്രത്തിൽ. ആ കഥാപാത്രം ഇതിനെതിരെ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു, എങ്ങനെയൊക്കെ പ്രതികാരം വീട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഈ കഥയെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്.
ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ മെയിൻ കഥയിലേക്ക് എത്തിക്കുന്ന ചില ഉപകഥാതികളായിരുന്നു രുദ്രന്റെ മീരയുടെ ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമായിരുന്നു മീരയുടെ കൊലപാതകം. അതുപോലെ രുദ്രന്റെ അമ്മയുടെ മാനസികാവസ്ഥ, അതായത് രുദ്രൻ സ്വന്തം മോനല്ല എന്ന് അമ്മയ്ക്ക് അറിയാമെങ്കിലും അത് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ. അത് പുറത്തു പറഞ്ഞാൽ തന്റെ മകൻ തന്നോട് എങ്ങനെ പ്രതികരിക്കും, തന്റെ മകനോട് മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ മൂലം വളരെയധികം നീറി കരയുന്ന ഒരു അമ്മയായിരുന്നു രുദ്രന്റെ അമ്മയായ ഗൗരി. അത് ആളുകളെ ഒരുപാട് ആകർഷിച്ച, അതിനോട് സഹാനുഭൂതി തോന്നിയ അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കിയ ഒക്കെ ഒരു ഉപകഥാഗതിയായിരുന്നു. അതും ഈ കഥയുടെ വായനക്കാരുടെ എണ്ണത്തിനെ കൂട്ടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപകഥാഗതിയായിരുന്നു ഇതേ വീട്ടിലെ ആര്യ എന്ന പെൺകുട്ടിയുടെ സ്വവർഗാനുരാഗ ബന്ധം. ഈ സ്വവർഗാനുരാഗ ബന്ധം അല്ലെങ്കിൽ ഒരു അതൊക്കെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇതിനെപ്പറ്റി എഴുതുന്നത് ആൾക്കാർക്ക് വായിക്കാനുള്ള താല്പര്യം വളരെയധികം കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതും ഈ കഥയുടെ വായനക്കാരെ കൂട്ടിയതിന്റെ ഒരു പ്രധാന കാര്യമായിരുന്നു. ഈ കഥ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ, സാധാരണ കാണുന്നതിലും വെറുമൊരു പ്രണയകഥ എന്നുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുരഭിമാന കൊലപാതകം, അതിന്റെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തു കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളതിൽ കൂടിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതും അവരുടെ കഥാഗതിയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കഥയിലെ വായനക്കാരെ കൂട്ടാൻ വളരെയധികം സഹായിച്ചൊരു കാര്യമാണ്. പിന്നെ ഈ മംഗലത്തെ വീടെന്ന് പറയുന്നത് നന്മയുള്ള ആൾക്കാരുള്ളത് പോലെ തന്നെ ഒരുപാട് തിന്മകളുള്ള ദുഷ്ടന്മാരായ ആൾക്കാരും ഉള്ളതാണ്. ഇവരുടെ വീഴ്ചയും ഈ കഥയുടെ ആൾക്കാരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഈ സാധാരണ നമ്മുടെ നോർമൽ നോംസിനെതിരായിട്ട് ഈ പുരുഷാധിപത്യത്തിനും പാരമ്പര്യത്തിനും ഇതിനെയൊക്കെ പ്രകീർത്തിക്കുന്നതിനും എതിരായിട്ട് സംസാരിക്കുന്നവരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനോടൊരു താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതും ഈ കഥയുടെ വിജയത്തിന്റെ കാര്യമാണ്. അതുപോലെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സ്വവർഗാനുരാഗം ബന്ധം പോലെയുള്ള കാര്യങ്ങളും പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് കൊണ്ടും ഈ കഥകൾക്ക് വായനക്കാരേറെയായിരുന്നു. തുടർക്കഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴികളുള്ള വിജയത്തിലേക്ക് വളരെ നല്ലൊരു പാത ഒരുക്കി തരുന്ന ഒന്നാണ്. ഈ കഥകൾ ഹിറ്റാവുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വളരെ നല്ലൊരു വരുമാനം നേടാനും വളരെയധികം വായനക്കാരെ നേടാനും കഴിയുന്നു. ഒരു തുടർക്കഥ എഴുതുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കഥയ്ക്ക് വളരെ ജീവനുള്ള, നമുക്ക് കാണാൻ സാധിക്കുന്ന, മനസ്സിൽ കാണാൻ സാധിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടാവണം. ആ കഥാപാത്രങ്ങളെ വായനക്കാർക്ക് മുന്നിൽ കാണാൻ സാധിക്കണം ജീവനോടെ. അതുപോലെ അതിനകത്തെ കഥാമുഹൂർത്തങ്ങൾ ഓരോന്നും ആൾക്കാരിൽ ആകാംക്ഷ ഉണ്ടാക്കുന്നവയായിരിക്കണം. അതുപോലെ കഥയ്ക്ക് നല്ലൊരു കാമ്പ് വേണം. കാമ്പുള്ള കഥയ്ക്ക് വായനക്കാരുണ്ടാവുള്ളൂ. അതുകൂടി ഉണ്ടെന്ന് ഉറപ്പാക്കിയാൽ നിങ്ങളുടെ കഥ ഒരു വിജയത്തിലേക്ക് തന്നെ എത്തും എന്നുറപ്പിക്കാം. ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇത് ഇത്രയും കേട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു തുടർക്കഥയാവും എഴുതുക? നിങ്ങൾ ഇന്നിരുന്നിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്ത് തുടർക്കഥയാണ് എഴുതേണ്ടത്? എങ്ങനത്തെ കഥയാണ് എഴുതേണ്ടത്? വളരെ ഇഷ്ടമാവുന്ന രീതിയിൽ ആൾക്കാരെ ഒരു കാറ്റ് പോലെ ഇങ്ങനെ തഴുകി പോകുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു നിങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാക്കുന്ന ഒരു പ്രണയകഥയാണോ നിങ്ങൾക്ക് എഴുതേണ്ടത്? അതോ ഒരുപാട് ലെയറുകളും ഒരുപാട് ആളുകളും കഥാപാത്രങ്ങളും ഒക്കെയുള്ള ഒരു അന്വേഷണ കഥ, ഒരു മിസ്റ്ററി ത്രില്ലർ, ഇതൊക്കെയാണോ എഴുതേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇന്നത്തെ ഭാഗം നമ്മളിവിടെ അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യനുകളൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രതിലിപിയുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഞാനൊരു 5 മിനിറ്റ് നേരത്തേക്ക് ചാറ്റ് എനേബിൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്.
പിന്നെ അടുത്ത അതായത് നാളെ 8 മണിക്ക് നമ്മൾ വീണ്ടും കാണും. നാളെ നമുക്ക് മാർവൽ പോലുള്ള ഒരു മൾട്ടിവേഴ്സ് എങ്ങനെ ഒരുക്കാം, അങ്ങനെ മൾട്ടിവേഴ്സ് കഥകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയാം. അത് നമുക്ക് പ്രതിലിപിയിലും വളരെയധികം വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ ഒരുക്കാമെന്ന് നമുക്ക് നാളെ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വളരെയധികം വൈറലാകുന്ന കഥകൾക്ക് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ പ്രതിലിപിയിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അടുത്തൊരു 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം നൽകുന്ന പ്രതിലിപിയിലെ ടോപ്പ് ട്രെൻഡിങ് തീമുകൾ എന്തൊക്കെയാണെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നാളെയും 8 മണിക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടിരിക്കാം. അതെല്ലാം ഫീഡ്ബാക്കിൽ പറയണമെന്ന് കൂടി ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ഞാൻ ചാറ്റ് എനേബിൾ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതിനുശേഷം നമുക്ക് നാളെ കാണാം. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മെയിൽ ID ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ ഉത്തരം നൽകും. ചാറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോ ഷാമില അവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ പറയാവുന്നതാണ്. താങ്ക് യു സോ മച്ച് രമ്യ. അപ്പോ നാളെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും താങ്ക് യു. അടുത്ത 3 ദിവസങ്ങൾ കൂടി ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ്. ഞങ്ങൾ മെയിലുകൾക്കെല്ലാം റിപ്ലൈ നൽകുന്നതാണ്. ഇതിന് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഈ ക്ലാസ്സുകളിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ഏൺ ചെയ്യാനും കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടിയിട്ടും ഒന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആക്ച്വലി എഴുത്തിന് സർഗാത്മകയ്ക്ക് ഒരിക്കലും AI വെല്ലുവിളിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സർഗാത്മക നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരിക്കലും AIക്ക് തിരുത്തി എഴുതാൻ സാധിക്കില്ല. അവർക്കൊരു പരിധി വരെ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചേക്കും. ഓരോ എഴുത്തുകാരെ സഹായിക്കാനും സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഓരോരുത്തരുടെയും സ്വകാര്യ അഭിപ്രായമാണ്. ചിലർക്ക് ഇപ്പോ AI എഴുതിയ കവിതകളും കഥകളും പ്രസിദ്ധീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു പരിധിവരെ ഒരു ഡിബേറ്റ് ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ശരി, നാളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. നാളെ വീണ്ടും കാണാം.